തിരുവല്ല മേഖലയിൽ ഇന്നലെ രാത്രിയും ശക്തമായ മഴ പെയ്തു. ഇപ്പോൾ മഴ മാറിയ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. തിരുവല്ലയിൽ നിന്ന് അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, തിരുവല്ലയിൽ ഇപ്പോൾ മഴയുണ്ടോ? വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോയോ? എന്താണ് സ്ഥിതി? മോത്തി, ഗുഡ് മോർണിംഗ്. രാവിലെ മഴയില്ല, മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാണ്. പക്ഷേ ഇപ്പോഴും വെള്ളക്കെട്ട് അതേപോലെ തന്നെ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് വരുമ്പോൾ എം സി റോഡിൽ കുറ്റൂർ മേഖലയിൽ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. എം സി റോഡ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. അവിടെ ഇപ്പോഴും സമാനമായ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരു ലോറി വന്നിട്ട് അവിടെ നിന്നു പോയിരിക്കുന്നത്. ഈ വെള്ളത്തിലൂടെ വന്നിട്ട് അവസാനം നിന്നു പോയതാണ്. അത് മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതിനും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. വെള്ളം ഇറങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം മഴ കുറഞ്ഞിട്ടുണ്ട്. റാന്നി മേഖലയിൽ ഉൾപ്പെടെ ആറന്മുള മേഖലയിൽ ഉൾപ്പെടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളമെല്ലാം ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അത് ഇവിടെ നിന്ന് അപ്പർ കുട്ടനാട്ടിലേക്ക് ഒഴുകിപ്പോകണം. അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വേഗം തന്നെ ഈ വെള്ളം ഇറങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഇല്ലെങ്കിൽ ഈ ഗതാഗതം പ്രധാനപ്പെട്ട റോഡാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് എം സി റോഡ്. ഇത് നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്, ഓപ്പോസിറ്റ് വരുന്നത് കോട്ടയത്തേക്കാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലാണ് ഈ രീതിയിലുള്ള വെള്ളക്കെട്ടുള്ളത്. ഇതിവിടെ മാത്രമല്ല, ഇത് കഴിഞ്ഞ് കുറച്ചൊരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വീണ്ടും വെള്ളക്കെട്ടുണ്ട്. അതിനവിടെ കുറച്ച് വീടുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ആ അവസ്ഥയ്ക്കൊന്നും ഒരു മാറ്റവുമില്ല. ഇന്നലെ ഉള്ള അവസ്ഥ തന്നെയാണ് ഇന്നും ഉള്ളത്. പക്ഷെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. ജില്ലയിൽ അവധി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ലേ? അതെ, ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഈ മഴക്കെടുതി മൂലം നിരവധി ക്യാമ്പുകളൊക്കെ സ്കൂളുകളിൽ തുറന്നിട്ടുണ്ട്. ചേട്ടാ, എവിടെ പോയിട്ട് വരുവാ? ഞാൻ പാല് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ വീട്ടിൽ വെള്ളം കയറി കിടക്കുമല്ലേ? വീട് ഞങ്ങളുടെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇതുവഴി വരാൻ പറ്റത്തില്ല. ഇതുവഴി കയറി വരണം, ഏണി വെച്ച് കയറി വരണം. ഇന്നലത്തെ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ വെച്ച വരവുണ്ട്. ഇന്നലെ കക്കിടാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ചെറിയ തള്ളലുണ്ട്. എല്ലാം വെള്ളം അങ്ങോട്ട് നോക്കിയില്ലേ, ഞങ്ങളുടെ ഇതുവഴി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇത്ര വെള്ളമുണ്ട്. ഞാനിപ്പോ ഇത് ഏണി വെച്ച് ഇതുവഴി കയറി വരും. അതേ നടക്കത്തുള്ളൂ. ഇതിന്റെ പുറകെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ പുറകെ ഏണി വെച്ചിട്ട് ഇപ്പൊ ഇറങ്ങും. വീട്ടിൽ വെള്ളം കയറത്തില്ല, പക്ഷെ ചുറ്റും വെള്ളമാകും. കുഴപ്പമില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ മേടിച്ച്, പിന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്ന് മേടിച്ച് കൊണ്ടുപോകും. അദ്ദേഹം പാല് കൊടുക്കാൻ വന്നതാണ്. ചേട്ടാ, ഇവിടെ വെള്ളം ഉണ്ടോ നോക്കാൻ വന്നതല്ലേ? ഞാൻ വെള്ളം കാണാനായിട്ട് വന്നതാണ്. എവിടുന്ന് വരുവാ? കുറച്ച് 2 കിലോമീറ്റർ മാറി. എല്ലാ വർഷവും ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണോ? എല്ലാ വർഷവും ഇത് തന്നെ. ഈ വർഷം കൂടുതലാണ് വെള്ളം. 18-നെക്കാട്ടി വെള്ളം കൂടുതലാണ്. 18-നെക്കാട്ടി വെള്ളം കൂടുതലാണ്. എന്താ ഈ ചേട്ടന്റെ മേഖലയിലൊക്കെ എങ്ങനെയാ? ഏതാ ചേട്ടൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാ? അവിടെ വെള്ളം കുഴപ്പമില്ല. ഇല്ല, അവിടെ ഒത്തിരി വെള്ളത്തിൽ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. ഒത്തിരി വണ്ടി വന്ന് നിന്ന് പോകുന്നുണ്ട്. എങ്ങോട്ട് പോകാനായിരുന്നു? കുറ്റൂരിന് പോകാനായിരുന്നു. ഈ 2 വീലറാണോ? ആ 2 വീലർ വേറെ അവിടെ വെച്ചേക്കുവാ. ഇനി എങ്ങനെ പോകും? ഇന്നലെ ഞാൻ പോയപ്പോ പെയ്യെ അങ്ങ് നടന്നായിരുന്നു. ഇപ്പൊ വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നിൽക്കുന്നു. ബസ്സിലെങ്ങാനും കയറി പോകാൻ പറ്റുമോ? എതിലേലും കയറി അപ്പുറത്തിറങ്ങിയിട്ട്. ജോലിക്ക് പോകാനാണോ അതോ? അല്ല, അവിടെ ആണെങ്കിൽ വീടുണ്ട്, വീട്ടിലോട്ട് പോകാൻ. വീടുണ്ട്? വീട്ടിലോട്ട് പോകാൻ. ഇന്നലെ നടന്നുപോയി? ഇന്നലെ ഇതുവരെ നടന്നു പോയായിരുന്നു. പെയ്യെ നടക്കാമായിരുന്നു. പെയ്യെ അങ്ങ് സൈഡിൽ കൂടെ അങ്ങ് നടന്നായിരുന്നു. വേറെ ലൈനിലേക്ക് ഇന്ന് പറ്റില്ല. ഇന്നലെ തോന്നുന്നില്ല. അതുപോലെ തന്നെ നിൽക്കുന്നു, ഒരു കുറവുമില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രശ്നം. ആളുകൾക്ക് ഇന്നലെ നടന്നു പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് അവര് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പലയിടങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെ ഗതാഗത തടസ്സവും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും തീർച്ചയായിട്ടും ഗതാഗത തടസ്സം വലിയ രീതിയിൽ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണിത്. ഈ പാതയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പല വണ്ടികളും മുന്നിട്ടെടുക്കാൻ കഴിയാതെ നിർത്തിയിരിക്കുകയാണ്. എങ്ങോട്ട് പോകാനാ? തിരുവനന്തപുരം. വണ്ടി മുന്നോട്ട് പോകില്ലേ? വണ്ടി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, നല്ല വെള്ളക്കെട്ടല്ലേ. എവിടുന്ന് വരുവാ? ഞങ്ങള് മൂവാറ്റുപുഴ. വേറെ വഴിയില്ല? വേറെ വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അറിയില്ല. ചോദിച്ചോണ്ട് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ വണ്ടി നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിൽക്കോ, വെയിറ്റ് ചെയ്യണം. എന്താ നോക്കിട്ട് പോകുള്ളൂ. ഇന്നലത്തെ അവസ്ഥ ഇന്നലെ മുതൽ ഇങ്ങനെ അവസ്ഥ 2 ദിവസമായിട്ട് നോക്കാം. തീർച്ചയായിട്ടും കാത്തു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. ആശങ്കയിലാണ് അതുവഴി കടന്നു വരുന്നവർ. പ്രധാനപ്പെട്ട ഒരു പാതയാണ്, അത് കടന്ന് എങ്ങനെയാണ് യാത്ര മുന്നോട്ട് നീങ്ങുക എന്നുള്ളൊരു സംശയത്തിലാണ്. ചങ്ങനാശ്ശേരി റോഡിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു രക്ഷയില്ല. നമ്മുടെ നെടുമുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാറിന്റെ പകുതിക്ക് വെള്ളമാണ്. അല്ല, ഞാൻ ട്രിവാൻഡ്രം പോകാനായിട്ട് വന്നതാണ്. ഹൈവേയിലാണെങ്കിൽ മുഴുവനും കുഴി. അത് പേടിച്ചിട്ടാണ് ഇതിലെ വന്നത്. ഇതിലെ വന്നപ്പോ അതിലും വലിയ അവസ്ഥ.
അത്യാവശ്യമായിരുന്നോ തിരുവനന്തപുരത്തിൽ? തിരുവനന്തപുരത്ത് എത്തേണ്ട അത്യാവശ്യമായിരുന്നു, അതാണ് എന്ത് ചെയ്യാൻ പറ്റും. ശരി, അരുണിലേക്ക് ഞാൻ തിരികെ വരാം. തിരുവല്ലയിൽ നിന്ന് ആണ് അരുൺ ശങ്കർ വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ വലിയ ഗതാഗത തടസ്സവും നേരിട്ടിട്ടുണ്ട് എന്ന് നമുക്ക് രാവിലെ തന്നെ മനസ്സിലാവുന്നു. ആ വെള്ളക്കെട്ട് കടന്നു പോകുന്നത് ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ വഴിയിൽ നിന്ന് പോയാൽ അത് ബുദ്ധിമുട്ടാവും ഈ വെള്ളത്തിൽ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചില വാഹനങ്ങളൊക്കെ അതുവഴി കടന്നു പോകുന്നുവെങ്കിലും ചിലരൊക്കെ മടിച്ചു നിൽക്കുന്നതും നമുക്ക് കാണാം. നമ്മുടെ പ്രിയ പ്രേക്ഷകരൊക്കെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്, സൂക്ഷിക്കണം, വെള്ളത്തിലൊക്കെ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടർമാരും ക്യാമറമാന്മാരും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ കരുതലിന് വളരെ സ്നേഹം തിരിച്ചും ഉഷ നാരായണനാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. വേറെയും ഒരുപാട് പേർ കണ്ണൂരിൽ മഴ കുറഞ്ഞതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും നമുക്ക് കോട്ടയം വരെ ഒന്ന് പോകാം. കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. ഇന്നലെ രാത്രി ജില്ലയിൽ കാര്യമായ മഴ പെയ്തിട്ടില്ല. ഏതായാലും കുമരകം ഇല്ലിക്കലിൽ നിന്ന് ഷിനോജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. കാര്യമായി മഴ പെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. കോട്ടയത്തെ വളരെ കാര്യമായി ഈ മഴ ദുരിതം ബാധിച്ചതാണെന്ന് നമുക്കറിയാം. എന്താണ് നിലവിലെ അവസ്ഥ? രാത്രി കാര്യമായ രീതിയിലുള്ള മഴയില്ല, അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എന്തായാലും നിലവിൽ ജില്ലയിൽ ഏറ്റവും ദുരിതമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ താഴ്ന്ന മേഖലകളിലെ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ടാണ്. പ്രത്യേകിച്ച് കിഴക്കൻ വെള്ളം വലിയ ഒഴുക്കോടുകൂടി പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തുന്നു. അതിനൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ബുദ്ധിമുട്ട്, വെള്ളപ്പൊക്കത്തിന് സമാനമായ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത്. 2018 ഭീകരമായ അവസ്ഥ എന്നാണ് നാട്ടുകാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇല്ലിക്കലിന് സമീപം വേളൂരാണ് നമ്മൾ ഉള്ളത്. ഇന്നലെ വരെ ഇല്ലിക്കൽ വരെ എത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു, കാറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പോലും കഴിയുന്നില്ല. ഈ ഇല്ലിക്കലിൽ ഇവിടെ നിന്നൊരു 200 മീറ്റർ ദൂരമുണ്ട് ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. വീണ്ടും അവിടേക്ക് പോലും എത്താൻ കഴിയാത്ത തരത്തിൽ ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി, ഫുള്ള് വെള്ളം കയറിയോ മൊത്തത്തില്? അകത്ത് കയറിയില്ല, തിണ്ണയിലും ഉണ്ട്, നടയിലും ഒക്കെ ഉണ്ട്. മഴ അങ്ങനെ ഇല്ല. ഇപ്പൊ നല്ലപ്പോഴാണ് ഇത്രയും വെള്ളം വന്നത്. ഇത് ഇന്നലെ ഒന്നും മഴ പെയ്തില്ലെങ്കിലും ഇന്നും രാവിലെ വെള്ളം കൂടുതലാണ്. 2018 ഇല്ലായിരുന്നു. മാറുന്നുണ്ടോ? ഇല്ല, മാറുന്നില്ല. പെരക്കാത്തൊന്നും ഇല്ല. വീട്ടിൽ ഞാനും മോനും അച്ഛനും എൻ്റെ ഭർത്താവ്. പുള്ളിക്ക് മേലാതിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, പെരക്കാത്തൊന്നും വെള്ളം ഇല്ല. ഇല്ല, കൂടിയാലും പെരക്കാത്ത് കയറത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഒഴുക്കുണ്ട്. ഇല്ല, കുഴപ്പമില്ല. ഭക്ഷണമൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. അടുത്ത വീട്ടിലൊക്കെ ആളുകൾ മാറി തുടങ്ങിയോ? ഇവിടെ അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പൊന്നും ഇല്ല മാറാനായിട്ട്. ഇത് തയ്യക്കടയാ, അതാ കൊച്ചിൻ്റെ തന്നെയാ, ഇവിടെ താമസിക്കുന്ന കൊച്ചിൻ്റെ. കടയുണ്ട്, ആ കടയ്ക്കകത്തൊക്കെ വെള്ളം ഒഴുക്കോടെ വലിയ രീതിയിൽ ഒഴുക്കിൽ വരുന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കടയിൽ അകത്തേക്ക് വെള്ളം കയറി പോകുന്നത് നമുക്ക് തന്നെ ദൃശ്യങ്ങൾ കാണാം. നിലവിൽ ഇപ്പോൾ ഈ കടയ്ക്കകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉയർത്തി വച്ചിരിക്കുകയാണ്. എന്തായാലും ജില്ലയിൽ ആകെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ 3714 പേർ ഈ ക്യാമ്പുകളിലൊക്കെ തന്നെ കഴിയുന്നുണ്ട്.